അതേപോലെ ഇതുപോലെ നിറഞ്ഞിങ്ങനെ കായ്ച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു 10 മൂട് സിറമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള മുളക് കിട്ടുകയും ചെയ്യും. ബാക്കി മുളക് നമുക്ക് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സിറമുളകിന് വലിയ കീടരോഗങ്ങൾ വലിയ രീതിയിൽ വരുത്തില്ലെങ്കിലും ഇടയ്ക്കൊരു ചെറിയ മുരടിപ്പ് കാണിക്കുമെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് മുളകും പിടിക്കും. നമ്മളിപ്പോൾ ഈ ഒരു തവാരണ പോലെ ഉണ്ടാക്കി അതിനകത്ത് വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി എല്ലാം നിറച്ചിട്ടാണ് നമ്മളിപ്പം ഷീറ്റിട്ട് ട്രിപ്പ് ഇറിഗേഷൻ ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മുളകിന് നല്ല വലിപ്പമൊക്കെ ഉണ്ട്, നന്നായിട്ട് പിടുത്തമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ മുളകാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഇവിടെ മുളക് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളകും ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഏരിയയിൽ നമ്മൾ ഇതേപോലെ തക്കാളിയാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പം തക്കാളി നമ്മൾ നട്ടിരിക്കുന്നത് മഹീക്കോയുടെ തക്കാളിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത് കേട്ടോ. അതും ഇതേപോലെ തന്നെ നന്നായിട്ട് പിടുത്തമുള്ള തക്കാളി ഇനമാണ്. ഇതിനകത്തിപ്പം പച്ചത്തക്കാളിയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ ഇതിപ്പം പഴുക്കുന്ന ഒരു സ്റ്റേജിലുള്ള തക്കാളി ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ പല സ്റ്റേജുകളിലുള്ള തക്കാളികൾ നമുക്ക് ഇവിടെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് ഇതേപോലെ ഇടയ്ക്കൊക്കെ പഴുത്ത് വരുന്ന തക്കാളിയുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചോട്ട് മാറിയിട്ട് നമ്മൾ കുറേ പഴുത്ത തക്കാളിയും കൂടെ നമുക്ക് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും തക്കാളിക്കിടയ്ക്ക് വാട്ടരോഗം വരുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടരോഗമാണ് തക്കാളിക്കകത്ത് വരുന്ന ഏറ്റവും വലിയൊരു വില്ലന്. ബാക്കിയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തരണം ചെയ്ത് പോകാമെങ്കിലും വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും. അങ്ങനെ നമ്മൾ നട്ടതിനകത്ത് കുറേയേറെ തക്കാളികൾ വാട്ടരോഗം വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ തക്കാളികൾ പിന്നെ വാട്ടരോഗം വരാതെയുള്ള തക്കാളികൾക്കകത്ത് നന്നായിട്ടുള്ള പിടുത്തമുണ്ട്. നമ്മൾ 2-3 ടൈപ്പ് തക്കാളി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരിനം തക്കാളി നന്നായിട്ട് വാട്ടരോഗം വന്നു. ഒരു നാടൻ വെറൈറ്റി, പക്ഷേ അത് നന്നായിട്ട് വാട്ടരോഗം വന്ന് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനേക്കാളും പ്രതിരോധശേഷി നമ്മുടെ മഹീക്കോയുടെ തക്കാളിക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം അത് കുറേയൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറേ ഏരിയയിൽ നന്നായിട്ട് പഴുത്ത തക്കാളിയുണ്ട്. അപ്പോൾ അത് നമുക്കിന്ന് കുറച്ച് വിളവെടുക്കണം. അപ്പം പഴുത്ത തക്കാളി നമുക്ക് വിളവെടുക്കാൻ വേണ്ടി കുറച്ചുണ്ട്. അപ്പോൾ ഈ തക്കാളി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരുപാട് ഉപയോഗം ഉള്ള ഒരു പച്ചക്കറിയാണ്. നമുക്ക് സലാഡായിട്ടും നമുക്കല്ലാതെ കറികളിലും സോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തക്കാളി വിപണനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ പഴുത്ത തക്കാളി കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വിറ്റ് പോകും.